Hi friends, welcome to Galaxy. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ സാംസങ് M21 അൺബോക്സിംഗ് പ്ലസ് ഫുൾ റിവ്യൂ വീഡിയോ ആണ്. ഞാനിത് ആമസോണിലാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളത്. ഫോൺ ഓൾമോസ്റ്റ് 14,000 രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറിലെല്ലാം അന്വേഷിച്ച സമയത്ത് ഇപ്പോൾ ഈ ഫോൺ അങ്ങനെ സ്റ്റോറിലൊന്നും വരുന്നില്ല. അപ്പോൾ ഫോൺ വന്ന മോഡലെല്ലാം തീർന്നിന്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഈ ഓൺലൈനാണ് വാങ്ങിയെന്നുള്ളത് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫ്ലിപ്കാർട്ടിൽ കണ്ട പ്രൈസ് എന്ന് വെച്ചാൽ 16,000 രൂപയാണ് കണ്ടത്. ഞാൻ ഷോപ്പിൽ അന്വേഷിച്ച സമയത്ത് അവർ എന്നോട് പറഞ്ഞ 16,000 രൂപയാണ് പറഞ്ഞത്. ഞാൻ ഈ ഫോൺ ശരിക്കും വാങ്ങിയത് ആമസോണിന് വാങ്ങിയത് 14,000 രൂപയ്ക്കാണ് വാങ്ങിയത്. നേരെ വർഷം നമ്മൾ സാംസങ്ങിന്റെ ഒഫീഷ്യൽ സ്റ്റോറിൽ നമ്മൾ നോക്കുന്ന സമയത്ത് 14,500 കാണിക്കുന്നത്. 4GB RAM 64GB ഇന്റേണൽ സ്റ്റോറേജിന്റെ കോൺഫിഗറേഷന് 4-5 പ്രൈസാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വാങ്ങുന്ന സമയത്ത് എന്തായാലും പ്രൈസിങ്ങൾ ചെക്ക് ചെയ്ത് വാങ്ങിക്കോ. കാരണം ഫ്ലിപ്കാർട്ടിലും ആമസോണിലും തന്നെ 2,000-3,000 രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു 15,000 എന്നുള്ള ഒരു ബഡ്ജറ്റ് റേഞ്ച് എന്ന് പറയുന്നത് ഭയങ്കര കോമ്പറ്റീഷൻ ഉള്ള ഒരു പ്രൈസ് റേഞ്ച് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോപ്പുലർ ആയിട്ടുള്ള എല്ലാ കമ്പനീസും ഈ ഒരു 10-ന്റെ അണ്ടറിൽ അല്ലെങ്കിൽ 15,000-ന്റെ അണ്ടറിൽ നല്ല കോമ്പറ്റീഷനാണ് കൊടുക്കാറ്. കാരണം ഇപ്പോൾ നല്ല നല്ല സ്മാർട്ട് ഫോൺസ്, നല്ല നല്ല കോൺഫിഗറേഷൻസ് ഉള്ള സ്മാർട്ട് ഫോൺസ് ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചൈനീസ് ഫോണുകൾ നമ്മൾ ഒഴിവാക്കി നിർത്തുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ചൈനീസ് ഫോണിനോട് താല്പര്യമില്ലാത്ത ഒരാളാണ് നിങ്ങൾക്ക് എന്തായാലും ഈ നോക്കിയ പോലത്തെ സാംസങ് പോലത്തെ ഉള്ള സ്മാർട്ട് ഫോൺസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ സ്മാർട്ട് ഫോണിൻ്റെ അകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ പറയുന്നില്ല നോൺ ചൈനീസ് ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കോമ്പണൻസ് എല്ലാം ചൈനയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ചൈനീസ് ഫോൺ വാങ്ങുന്നതിനെക്കാട്ടും നല്ലത് ചെറിയൊരു കോമ്പണൻറ്റ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നതിനായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഫോൺ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമുക്ക് എന്തെല്ലാം ഇതിൻ്റെ അകത്ത് എന്തെല്ലാം ആക്സസറീസ് വരുന്നത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമുക്ക് ചെറിയ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനി ഒട്ടും സമയങ്ങളിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് വെച്ചാൽ മിഡ് നൈറ്റ് ബ്ലൂ കളറിലുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 വേരിയൻസ് ആണ് വരുന്നത്. ഒന്ന് കറുപ്പ് കളറിലും ഒന്ന് നീല കളറിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കാണാം അത്യാവശ്യം നല്ല ലുക്കുള്ള ഫോൺ തന്നെയാണ് സാംസങ് M21 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ നമുക്ക് വേറെ എന്തെല്ലാം ആക്സസറീസ് ബോക്സിനകത്ത് വരുന്നത് നോക്കാം. ഇതൊരു 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജറാണ്. ടൈപ്പ് സി പോർട്ടിൽ വരുന്ന കണക്ടറാണ്. അപ്പോൾ ഈ 2 ആക്സസറീസ് മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. പണ്ടെല്ലാം വാങ്ങുന്ന സമയത്ത് നമുക്ക് ഇയർഫോണെല്ലാം കിട്ടും. ഇപ്പോൾ ആ പരിപാടിയെല്ലാം അവർ നിർത്തും. അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വേറെ ഇയർഫോണെല്ലാം വാങ്ങേണ്ടി വരും. കേസും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് ബൂട്ടിംഗ് ടൈം അങ്ങനെ ഒരുപാട് നേരമൊന്നും എടുക്കുന്നില്ല. ഒരു 4-5 സെക്കൻഡിനുള്ളിൽ തന്നെ ബൂട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഓൺ ആയിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ കയ്യിൽ വെക്കുന്ന സമയത്ത് തന്നെ അങ്ങനെ വെയിറ്റും തോന്നില്ല. അത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആയിട്ട് നമുക്ക് തോന്നുന്നത്. ക്യാമറ വരുന്നത് വെച്ചാൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് ബാക്കിലാണ്. ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത് 48 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, 8 MBന്റെ അൾട്രാ വൈഡ് ആംഗിളും 5 MBന്റെ ഡെപ്ത് സെൻസറാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ 20 MBന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. അത് നമ്മൾ യൂനോസ് ഡിസൈനിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഫ്രണ്ട് ക്യാമറ വരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിന്റെ സ്പെസിഫിക്കേഷൻസ് നമുക്ക് നോക്കാം. 6.4 ഇഞ്ചിന്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ഇൻഫിനിറ്റി യൂനോസ് ഡിസൈനാണ് ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. 91% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഇതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 20 MBന്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നമ്മൾ ഈ യൂനോസ് ഡിസൈനിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ ഫ്രണ്ട് ക്യാമറ വരുന്നത്. പ്രോസർ നോക്കുന്നതാണ് സാംസങ്ങിന്റെ exynos 961 എന്ന് പറഞ്ഞ പ്രോസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗെയിമിങ്ങിന്റെ കേസിലാണെങ്കിൽ അല്ലെങ്കിൽ നോർമൽ യൂസിനാണെങ്കിൽ നല്ല കിടിലം നിങ്ങൾക്ക് പെർഫോമൻസ് തരാൻ പറ്റിയ ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇത്. ഇപ്പോൾ പെർഫോമൻസ് വൈസ് ഒരു ഇഷ്യൂസ് ഉണ്ടാവില്ല. നല്ല സ്മാർട്ട് ഫോൺ തന്നെയാണ്, നല്ല പ്രോസർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ 2 വേരിയൻസ് ആണ് വരുന്നത്. 4GB RAM ഉണ്ട്, 6GB RAM വേരിയന്റ് ഉണ്ട്. ഡെഡിക്കേറ്റഡ് ലൈനിലെ SD കാർഡ് സ്ലോട്ട് ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ 6000 mAh ബാറ്ററിയാണ് ഇതിൻ്റെ അത് വരുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിന് പണ്ട് പറയാറെന്ന് വെച്ചാൽ സാംസങ്ങിന്റെ ബാറ്ററി വളരെ കുറവാണ് സാംസങ്ങിന് പ്രൊവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ അവരിപ്പോൾ നേരെ ഡബിൾ ആക്കിയിട്ടുള്ള 6000 mAh ബാറ്ററിയാണ് ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തില്ല. 15 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 2.5 മണിക്കൂർ 3 മണിക്കൂറിന്റെ ഫോൺ ഫുൾ ചാർജ് ആവും. കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ചാർജറും കൊണ്ട് നടക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം 6000 mAh ബാറ്ററിയാണ്. നല്ലൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് നമുക്ക് അതിനകത്ത് കിട്ടും. പിന്നെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നതാണ് M21 എന്ന് പറഞ്ഞ മോഡൽ എടുക്കുന്നതാണ്. ഇതിന്റെ M30s അല്ലെങ്കിൽ M31 എല്ലാം സിമിലർ ആയിട്ടുള്ള കോൺഫിഗറേഷൻസ് ആണ് വരുന്നത്. ഇപ്പോൾ M31ന്റെ കേസിൽ എടുക്കുന്നതാണെങ്കിൽ തന്നെ നമുക്ക് അതിൻ്റെ ആകെ വരുന്ന വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ M31ന്റെ അകത്ത് ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത്. അതിന്റെ 64 MBന്റെ ക്യാമറയാണ് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ M21ന്റെ കേസിലാണെങ്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 48 MBന്റെ ക്യാമറയാണ് വരുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ അതിൻ്റെ അകത്തുള്ളൂ. ബാക്കിയെല്ലാം സിമിലർ ആയിട്ടുള്ള സെയിം കോൺഫിഗറേഷൻസ് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 64 MBന്റെ ക്യാമറ വേണ്ട, ഒരു 48 മെഗാ പിക്സലിന്റെ ക്യാമറ മതി എന്നാണെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ഈ സാംസങ് M21 എന്ന് പറഞ്ഞ മോഡൽ. കാരണം പ്രൈസിലും നല്ല വ്യത്യാസം വരുന്നത്. 2000 രൂപയോളം വ്യത്യാസം, 2000-3000 വ്യത്യാസം വരുന്നുണ്ട് പ്രൈസിൽ. പിന്നെ ഫ്രണ്ട്സ്, ഈ ഫോണിന് വെയിറ്റ് വരുന്നതെന്ന് വെച്ചാൽ 158 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്ര ഹെവി ആയിട്ടുള്ള ഫോണൊന്നുമല്ല. ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റിയ ഒരു സ്മാർട്ട്
ഫോൺ തന്നെയാണ് ഇത്. ഇനിയിപ്പോൾ നമ്മൾ ഫോണിൻ്റെ അടിയിൽ നോക്കുന്നതാണെങ്കിൽ ഇപ്പോൾ 3.5mm ഓഡിയോ ജാക്ക് ഉണ്ട്, ടൈപ്പ് സി പോർട്ട് വരുന്നുണ്ട്, ഒരു മൈക്രോഫോൺ കൊണ്ട് ഒരു സ്പീക്കറുമാണ് വരുന്നത്. മുകളിൽ നോക്കുന്ന കേസാണെങ്കിൽ ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ മൈക്കും ഉണ്ട് മുകളിൽ. ആൻഡ്രോയിഡ് 10 ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട്സ്, നമ്മൾ കൺക്ലൂഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ അകത്തെടുത്ത കുറച്ച് ഫോട്ടോസ് നമുക്ക് നോക്കാം. അതും കൂടി നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് നേരെ കൺക്ലൂഷനിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ കൺക്ലൂഷൻ എന്താണെന്ന് വെച്ചാൽ സാംസങ് M21 എന്ന് പറഞ്ഞ മോഡൽ നല്ല കിഡിലൻ സ്മാർട്ട് ഫോൺ തന്നെയാണ്. സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂയിങ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ നമ്മൾ ബാറ്ററിൻ്റെതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 6000 mAh ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 മണിക്കൂറിന് നിങ്ങൾ ഈ ഫോൺ കംപ്ലീറ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. സാംസങ്ങിൻ്റെ exynos 9611 എന്ന് പറഞ്ഞ പ്രോസറാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും നോർമൽ യൂസിങ്ങിന് വേണ്ടിയിട്ടാണെങ്കിലും പെർഫോമൻസിൽ ഒരു ഇഷ്യൂസും വരാൻ പോകുന്നില്ല. നല്ല പെർഫോമൻസ് തരാൻ പറ്റുന്ന ഒരു പ്രോസർ തന്നെയാണ് സാംസങ്ങിൻ്റെ exynos 9611 എന്ന് പറഞ്ഞ പ്രോസർ. 48MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്യാമറ പർപ്പസിന് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ക്യാമറ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും. ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സാധനമാണ്, 158 ഗ്രാമേ വെയിറ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഓവറോൾ നോക്കുന്നതാണെങ്കിൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഈ സാംസങ് M21 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ കിട്ടാമെന്ന് വെച്ചാൽ നല്ലൊരു സ്മാർട്ട് ഫോൺ തന്നെയാണ് സാംസങ് M21 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുത്തുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.